പ്രചരണത്തിൽ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലെ പ്രശ്നങ്ങളിലെടുത്ത നിലപാട് മുതൽ പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ശശി തരൂർ എടുത്ത നിലപാട് വരെ മണ്ഡലത്തിൽ ചർച്ചയായിരുന്നു. ചില വിവാദ വിഷയങ്ങളിൽ പ്രവർത്തകരുടെ എതിർപ്പിന്റെ സ്വരവും തരൂർ തിരിച്ചറിഞ്ഞു. അവസാന ലാപ്പിലും പ്രചരണ രംഗത്ത് വിഷയങ്ങൾ മാറിമറിയുമ്പോഴും വിജയം തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ഡോക്ടർ ശശി തരൂർ. ഇന്ത്യയുടെ വിശ്വപൗരൻ ഡോക്ടർ ശശി തരൂരാണ് ഇന്ന് എനിക്കൊപ്പമുള്ളത്. അദ്ദേഹത്തിൻ്റെ കുറവംകോണത്തെ വാഹന പര്യടനത്തിലാണ് ഇപ്പോൾ സി മലയാളം ന്യൂസ് സംഘം ഉള്ളത്. സാർ, എങ്ങനെയുണ്ട്? അവസാന ലാപ്പിലേക്കാണ് പ്രചരണം കടന്നിരിക്കുന്നത്. എന്ത് തോന്നുന്നു? അടുത്ത ആഴ്ച ഈ നേരത്ത് ജനങ്ങൾ വോട്ട് ചെയ്യായിരിക്കും. അപ്പോൾ നമുക്കറിയാം അവസാനത്തെ ആഴ്ചയാണ്. പക്ഷെ ഞാൻ എല്ലാം നന്നായി കാണുന്നു. ഇപ്പോൾ 4-5-6 ആഴ്ചയായിട്ട് പ്രചരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കാണുന്നത് ഇതുപോലെ ജനങ്ങളുടെ ആവേശം, ജനങ്ങളുടെ പുഞ്ചിരി, ജനങ്ങളുടെ കൈവീശൽ, ജനങ്ങളുടെ എല്ലാ വിധത്തിലും എനിക്ക് 3 തവണ നൽകിയ വിശ്വാസം വീണ്ടും നൽകുമെന്നാണ് എനിക്ക് ഉറപ്പം എൻ്റെ മനസ്സിൽ. അപ്പോൾ ഈ വിജയം നമ്മൾ തന്നെയാണ്. അങ്ങ് MP ആയി കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരത്തെ ബാഴ്സലോണയാക്കി മാറ്റുമെന്നുള്ള ജനങ്ങൾക്ക് മുന്നിൽ ഒരു പ്രഖ്യാപനം നൽകിയിരുന്നു. എന്നാൽ ആ വിധത്തിൽ എന്നാൽ ആ വിധത്തിൽ തിരുവനന്തപുരം നഗരത്തെ ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? 2009 ഞാൻ എല്ലാം പോയി ചെയ്തുവല്ലോ. ഞാൻ ബാഴ്സലോണയിൽ പോയി അവിടുത്തെ മേയറെ കണ്ടു, അവിടുത്തെ നഗരസഭയെ കണ്ടു. അവർ റെസൊല്യൂഷൻ പാസ്സാക്കി തിരുവനന്തപുരം ഓപ്പൺ ട്വിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അതിന് ബഡ്ജറ്റും ഉണ്ടായിരുന്നു. അതിനൊക്കെ വലിയൊരു വിജയനായിട്ട് തിരിച്ചു കൊണ്ടുവന്നിട്ട് നമ്മുടെ ഇവിടുത്തെ മേയറിന് കൊടുത്തു. അവര് സങ്കുചിത രാഷ്ട്രീയ താല്പര്യക്കാരും മാത്രം അവരതിനെ നഗരസഭയിൽ ചർച്ചയും കൂടി ചെയ്തില്ലേ, കൊണ്ടുവന്നും കൂടിയില്ല, പാസ്സാക്കിയില്ലേ, സ്വീകരിച്ചില്ല. അതോടെ ലാപ്സായി. ഇത് കമ്മ്യൂണിസ്റ്റുകാരോട് ചോദിക്കണം. നിരവധി വികസന പ്രവർത്തനങ്ങൾ താങ്കൾ തിരുവനന്തപുരം മണ്ഡലത്തിൽ നടപ്പിലാക്കി എന്നുള്ളതാണ് താങ്കളും കോൺഗ്രസ് ക്യാമ്പും ഒക്കെ അവകാശപ്പെടുന്നത്. പക്ഷേ എതിർ വിഭാഗം പറയുന്നത് താങ്കൾ വേണ്ടത്ര വികസന പ്രവർത്തനങ്ങളൊന്നും തലസ്ഥാന നഗരത്തിലേക്ക് കൊണ്ടുവന്നിട്ടില്ല എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് അതിനോടുള്ള മറുപടി? കൂടുതൽ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ അഭിമാനത്തോടെ പറയുന്നു. എൻ്റെ വ്യക്തിപരമായി ഞാൻ മുൻകൈ എടുത്തിട്ടാണ് 45 വർഷമായിട്ട് ലോകത്തിൻ്റെ ആൾക്കാർ വീട്ടിൽ കല്ലിട്ടിട്ട് തടസ്സപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു പദ്ധതി നമ്മുടെ നാഷണൽ ഹൈവേ ബൈപ്പാസ് ഞാൻ യാഥാർത്ഥ്യമാക്കി അതിനെ കൊണ്ടുവന്നതും അതിനെ എല്ലാ സ്റ്റേജിലും ഞാൻ ഫോളോ ചെയ്തിട്ടാണ് അവസാനത്ത് അതിനെ പൂർത്തിയാക്കാൻ സാധിച്ചു. അത് ഒരു ഉദാഹരണമാണ്. 4-5 പ്രധാനപ്പെട്ട ഉദാഹരണം തരട്ടെ. UAE കോൺസുലേറ്റ് എൻ്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചിട്ട് ഞാനാണ് UAE ഫോറിൻ മിനിസ്റ്ററെ കണ്ട് സംസാരിച്ചിട്ട് അദ്ദേഹത്തിനെ ആവശ്യപ്പെടുത്തപ്പെട്ട ഒരു കോൺസുലേറ്റ് കൊണ്ടുവരാൻ. അത് ഞാനാണ് ചെയ്തത്. ടെക്നോ പാർക്കിൽ ഞാൻ മുൻകൈ എടുത്ത് 4-5 പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര കമ്പനികളെ ടെക്നോ പാർക്ക് കൊണ്ടുവന്നു. ഓരോ കാര്യത്തിൽ ഒരു MP ചെയ്യാൻ സാധിക്കുന്ന അതീതമായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 66 പേജ് റിപ്പോർട്ട് ഇറക്കിയിട്ടുണ്ട്. ജനങ്ങൾ വായിച്ചു നോക്കിക്കോട്ടെ, അവർക്ക് ഒരു പരാതി പറയട്ടെ. തിരുവനന്തപുരത്ത് BJPയും കോൺഗ്രസും തമ്മിലാണ് പോരാട്ടമെന്നുള്ളതാണ് അങ്ങ് അവകാശപ്പെടുന്നത്. അപ്പോൾ LDF ചിത്രത്തിൽ തന്നെ ഇല്ലെന്നുള്ള കാര്യമാണോ പറയുന്നത്? ത്രികോണ പോരാട്ടമല്ലേ തിരുവനന്തപുരത്ത് യഥാർത്ഥത്തിൽ നടക്കുന്നത്? തെരഞ്ഞെടുപ്പിൽ തുടക്കം മുതൽ ആദ്യത്തെ 3-4 ആഴ്ച ഞാൻ പറഞ്ഞു ത്രികോണ മത്സരം തന്നെയാണ്. പക്ഷേ ഒരു സംശയവുമില്ല, അവസാനത്തെ 2-3 ആഴ്ചയിൽ BJP ആണ് കുറച്ചും കൂടി മുന്നോട്ട് ചാടിയിരിക്കുന്നത്. അവർക്ക് നല്ലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് ചില ഭാഗത്തിൽ. അതുകൊണ്ട് ഞാൻ 2 പാർട്ടിയും ഗൗരവമായി എടുക്കുന്നുണ്ട്, ആരെയും എളുപ്പമായി എടുക്കുന്നില്ല. പക്ഷേ അവർ രണ്ടാളുടെ ഇടയിൽ 2ാം സ്ഥാനത്തിന് മത്സരമുണ്ടെങ്കിൽ ആ മത്സരത്തിൽ BJP ആണ് കുറച്ചും കൂടി മുന്നോട്ട്. തരൂര് BJP മനസ്സുള്ള കോൺഗ്രസ്സുകാരൻ എന്നുള്ള കാര്യമാണ് പന്ന്യൻ രവീന്ദ്രൻ പറയുന്നത്. അതിനോട് എങ്ങനെയാ പ്രതികരണം? അത് പനിയന് വായിക്കാൻ സമയം കിട്ടിയിട്ടില്ലെന്നാണ് ചോദ്യം. കാരണം ഈ BJP മനസ്സിലാക്കാൻ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഞാൻ എന്തുകൊണ്ടൊരു ഹിന്ദുവാണ്. പക്ഷെ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഹിന്ദു മതവിശ്വാസിയും ഹിന്ദുത്വ രാഷ്ട്രീയ വിശ്വാസത്തിൽ വലിയ വ്യത്യാസമുണ്ട്. സമുദായ വോട്ടുകൾ പൂർണ്ണമായും UDFനെ തുണയ്ക്കുമെന്ന് വിചാരിക്കുന്നുണ്ടോ? കാരണം ലത്തീൻ സഭയുടെയും ഈഴവ സമുദായത്തിന്റെയും ഉൾപ്പെടെയുള്ള വോട്ടുകൾ കിട്ടുമോ? എല്ലാ സമുദായത്തിനും നമ്മൾ ആവശ്യമുണ്ട്, എല്ലാവരെയും നമ്മൾ കാണുന്നുണ്ട്. വോട്ടർമാർ ഒരു വർഗമായിട്ട് കാണാൻ സാധിക്കില്ല. മനുഷ്യന്മാരാണ്. എല്ലാവർക്കും അവരുടെ സ്വന്തം താല്പര്യങ്ങളുണ്ടാവും. അവരെ സ്വന്തമായിട്ട് സ്വാധീനിക്കാൻ നമുക്ക്
ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഞാൻ ചെയ്യുന്നുണ്ട്. മനുഷ്യന്മാരെയാണ് മനുഷ്യന്മാരെ കാണുന്നത്. അതിനൊപ്പം സമുദായ നേതാക്കളെ കാണുന്നത് നമ്മുടെ കടമയാണ്. പക്ഷെ അതിൻ്റെ അർത്ഥമല്ല നമ്മൾ വിചാരിക്കുന്നു ഒരു സമുദായം ഒറ്റക്കെട്ടായിരിക്കും ഇങ്ങനെ വോട്ട് ചെയ്യുന്നു. അത് എനിക്കും ഉണ്ടാവില്ല, മറ്റേവർക്കും ഉണ്ടാവില്ല. എല്ലാ സമുദായത്തിലും ആൾക്കാർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവും. പക്ഷേ ഭൂരിപക്ഷം ജനങ്ങൾ എൻ്റെ ഒപ്പം തന്നെയാണ് എല്ലാ സമുദായത്തിലും. 2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് എത്ര സീറ്റ് കിട്ടും? 20 സീറ്റും കിട്ടുമെന്നുള്ളതാണ് കോൺഗ്രസ് പ്രമുഖ നേതാക്കൾ ഉൾപ്പെടെ പറയുകയും ചെയ്യുന്നത്. ട്രെൻഡ് LDF-നൊപ്പമാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പിണറായി വിജയൻ പറയുന്ന ചില കാര്യത്തിൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സംസാരിക്കുന്നു. അത് ഉദാഹരണമാണ്. അദ്ദേഹം പറയുന്നു CAA ബില്ല് പാർലമെന്റിൽ കൊണ്ടുവന്നപ്പോൾ UDF പാർലമെന്റേറിയൻസ് മൗനമായിരുന്നു. LDF സംസാരിച്ചിരുന്നു. പക്ഷെ ശരിക്കും യൂട്യൂബിൽ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, യാഥാർത്ഥ്യം തിരിച്ച് ഓപ്പോസിറ്റാണ്. ഞങ്ങളാ സംസാരിച്ചത്, ഞാനാണ് ബില്ലിനെ എതിർച്ചത്, ഞാനാണ് ബില്ലിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞത്. പക്ഷേ പൗരത്വ നിയമ ഭേദഗതിയിൽ ശക്തമായ നിലപാട് സ്വീകരിച്ച പാർട്ടി ഇടതുപക്ഷമാണ് എന്നുള്ളതാണ് മുഖ്യമന്ത്രി അവകാശപ്പെടുന്നത്. എത്ര സംസാരിച്ചു? അയാൾക്ക് എന്ത് ചെയ്യാൻ സാധിച്ചു? പാർലമെന്റിൽ ഞങ്ങളാണ് അതിനെ എതിർച്ചെന്ന് ഒരു സംശയവുമില്ല. അത് നിങ്ങൾ ഗൂഗിളിൽ കയറി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാം. മുഖ്യമന്ത്രി ഇങ്ങനെ അടിസ്ഥാനമില്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് അദ്ദേഹം എന്ത് പറഞ്ഞാലും സീരിയസ് ആയി വിശ്വസിക്കാൻ ബുദ്ധിമുട്ട് തോന്നുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് 3 തവണ തിരുവനന്തപുരത്ത് നിന്ന് MP ആയി വിജയിച്ചു കയറി. ഈ ഒരു തവണ കൂടി അങ്ങേ വിജയിപ്പിക്കണമെന്നുള്ളതാണ് പ്രധാനമായും തന്നെ അങ്ങ് ജനങ്ങളോട്, സമ്മതിദായകരോട് ആവശ്യപ്പെടുന്നത്. അടുത്തു വരുന്ന തെരഞ്ഞെടുപ്പിൽ അങ്ങ് മത്സരിക്കുമോ? ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടക്കണേ. ഇനി അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിനെ കുറിച്ച് കുറച്ചൊക്കെ ആലോചിക്കാൻ സമയമുണ്ട്. അവരേക്ക് ഞാൻ 5 വർഷം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇനിയും സേവനം ചെയ്തുകൊണ്ടിരിക്കാൻ. രാജ്യത്തിൻ്റെ ദേശീയ രാഷ്ട്രീയത്തിൽ അവരുടെ ശബ്ദം കേൾപ്പിക്കാനും എൻ്റെ രാഷ്ട്രീയ നിലപാടിനെ പാർലമെന്റിൽ പോയിട്ട് ഡൽഹിയിൽ പോയി ആവർത്തിക്കാനും ആ അവസരം അവർക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ നോക്കാം. ഞങ്ങളുടെ ഭരണം വരുമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇന്ത്യ മുന്നണി ഭരണം വന്നു കഴിഞ്ഞാൽ അതിൽ എൻ്റെ എന്ത് ഭാഗമുണ്ടാവും, എന്ത് റോൾ ഉണ്ടാവും, ഇതെല്ലാം കണ്ട ശേഷം നമ്മുടെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുക. ഇപ്പോഴത്തെ ചിന്ത 26 ഏപ്രിൽ വരെ ഉള്ളൂ. ജനങ്ങൾ വോട്ട് ചെയ്യണം. 4-ാം തീയതി ജൂൺ റിസൾട്ട് അറിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും സംസാരിക്കാം. തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥിയുടെയും ഒപ്പം തന്നെ BJP സ്ഥാനാർത്ഥിയുടെയും പര്യടനത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? എനിക്ക് അവരുടെ പര്യടനം നോക്കാനുള്ള സമയമില്ല സുഹൃത്തെ. എനിക്ക് എൻ്റെ പര്യടനത്തിൽ മുങ്ങിപ്പോയി. രാവിലെ നേരത്തെ മുതൽ രാത്രി വൈകി വരെ ഇതന്നെയാണ് പരിപാടി. അപ്പോൾ എനിക്ക് മറ്റേവരുടെ പ്രചരണത്തെ ഫോളോ ചെയ്യാൻ തീരെ സമയമില്ല. സംസ്ഥാനത്ത് BJPയുടെ വലിയ ഫൈറ്റ് നടക്കുന്ന മണ്ഡലമാണ് തൃശ്ശൂർ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കും. അങ്ങയുടെ ഒരു സുഹൃത്ത് കൂടിയല്ലേ സുരേഷ് ഗോപി? എൻ്റെ സുഹൃത്താണ്. പക്ഷെ അദ്ദേഹം 3-ാം സ്ഥാനത്തിലാണ് ഞാൻ എല്ലാ കണക്കിലും കാണുന്നത്. അപ്പോൾ അവിടെ K. മുരളീധരൻ തന്നെ 1-ാം സ്ഥാനത്ത്. K. മുരളീധരൻ മുന്നോട്ടും. കഴിഞ്ഞ വർഷത്തെക്കാളും എത്ര വോട്ട് വിഹിതം, എത്ര വോട്ട് മാർജിൻ്റെ ഒരു ഷെയർ വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് അങ്ങ് വിചാരിക്കുന്നത്? അല്ല, അങ്ങനെ ഞാൻ ഒരു ക്രിക്കറ്റ് പ്രവർത്തനം കൂടി ക്രിക്കറ്റ് സ്കോർ ഞാൻ പറയില്ല. അതുപോലെയല്ലേ ഇലക്ഷൻ്റെ വോട്ടിൻ്റെ എണ്ണം ഞാൻ പറയില്ല. വിജയമാണ് വേണ്ടത്. അത് എത്ര കാണുന്ന ജനങ്ങൾ തീരുമാനിക്കും. VK കൃഷ്ണമേനോൻ CPM-ന്റെ പിന്തുണയോടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചപ്പോഴാണ് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് ദേശീയ ശ്രദ്ധ കിട്ടുന്നത്. 2009-ലും 14-ലും 19-ലും ഇടത്തേക്ക് ചായാതെ കോൺഗ്രസിനൊപ്പം നിന്ന മണ്ഡലം ഇക്കുറിയും തന്നെ തുണയ്ക്കുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് ക്യാമ്പും ശശി തരൂരും പങ്കുവയ്ക്കുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജയൻ, സി മലയാളം ന്യൂസ്. ഇക്കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകളിലും 2-ാം സ്ഥാനത്തായി പോയ BJPക്ക് ഇക്കുറി 1-ാം സ്ഥാനം തന്നെ വേണം. മോദിയുടെ നേരിട്ടിടപെടലിന്റെ ഭാഗമായിട്ട് കൂടിയാണ് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖറിനെ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ NDA സ്ഥാനാർത്ഥിയാക്കിയത്. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പര്യടനം അതിന്റെ ഹൈ വോൾട്ടേജിലേക്ക് കടന്നിരിക്കുകയാണ്. അവസാന റൗണ്ടിൽ, അവസാന ലാപ്പിൽ എല്ലാ വിധത്തിലുള്ള ആവനാഴിയിലെ സകലവിധ അസ്ത്രങ്ങളും പുറത്തിറക്കി BJP സ്ഥാനാർത്ഥി മുന്നേറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നോടൊപ്പമുള്ളത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറാണ്. അവസാനവട്ട തയ്യാറെടുപ്പാണ്. അവസാന ലാപ്പിലേക്ക് പ്രചരണം കടന്നിരിക്കുന്നു. ഈ ഘട്ടത്തിൽ ഈ പ്രചരണത്തിനെയൊക്കെ തന്നെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?
അല്ല, എൻ്റെ പ്രചരണം അങ്ങനെ ഒരു ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മതി അങ്ങനെ ഒരു പുതിയ ഒരു സ്ട്രാറ്റജിയോ ഒരു പുതിയ അസ്ത്രമോ ഒന്നും ചെയ്തിട്ടില്ല. 4 മാർച്ച് മുതൽ ഇന്ന് വരെ ഞാൻ ഒരു തീമിലാണ് ക്യാമ്പയിൻ ചെയ്യുന്നത്, ജനങ്ങളുടെ അടുത്ത് പോകുന്നത്. ഇവിടെ എത്രയോ കൊല്ലമായിട്ട്, ഇവിടെ 15 കൊല്ലമായിട്ട് 3 അവസരം കിട്ടിയ ഒരു MP ഒന്നും ചെയ്തിട്ടില്ല. അതിനൊരു മാറ്റണം, ഇവിടെ കാര്യം നടക്കണം, ഇവിടെ പുരോഗതി വരണം എന്നാണ് എൻ്റെ മെസ്സേജ് അന്ന് മുതൽ ഇന്ന് വരെ. BJPക്ക് വലിയ മുന്നേറ്റമുണ്ടാകുമെന്നുള്ള വാർത്തകളാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. സ്വകാര്യ വാർത്താ ചാനലുകളടക്കം പ്രവചിക്കുന്ന സർവേയിൽ NDAക്കൊന്നും തന്നെ ഒരു സീറ്റുകളും ഇത്തരത്തിൽ ലഭിക്കാത്തൊരു സാഹചര്യം കൂടി ഉണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അല്ല, അത് ഞാൻ അങ്ങനെ കാണുന്നില്ല, അത് ഞാൻ നോക്കുന്നില്ല. അത് നമുക്ക് നോക്കാം. അത് ഏപ്രിൽ 26 ജനങ്ങളല്ല തീരുമാനിക്കേണ്ടത്. അത് ചാനലും സർവേ അല്ലല്ലോ തീരുമാനിക്കാൻ പോകുന്നത്. എനിക്കൊരു വിശ്വാസമുണ്ട്. ഞാൻ ജനങ്ങളെ എല്ലാവരെയും മീറ്റ് ചെയ്ത് ഞാൻ കേൾക്കുന്നത് എല്ലാവർക്കും ഒരു മാറ്റം വേണം. എല്ലാവരും ഈ 3 തവണ 3 അവസരം കൊടുത്ത MP ഒന്നും ചെയ്യാത്ത ഒരു സാഹചര്യം അതൊന്ന് മാറ്റണം എന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. ഈ ഇന്ത്യയിൽ നടക്കുന്ന പുരോഗതിയും വികസനവും ഇവിടുത്തെ യുവാക്കൾക്കും ഇവിടുത്തെ കുട്ടികൾക്കും എല്ലാവർക്കും വേണമെന്ന് എല്ലാവരും പറയുന്നുണ്ട്. അത് നമുക്ക് ഏപ്രിൽ 26 ജനങ്ങൾ തീരുമാനിക്കട്ടെ. BJP സാധാരണഗതിയിൽ വിജയിക്കുന്ന മണ്ഡലങ്ങളിലൊക്കെ തന്നെയും CPM അവസാന വട്ടത്തിൽ ഈ വോട്ട് മറിക്കലൊക്കെ തന്നെയും നടത്താറുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അതൊരു അവരുടെ സ്ട്രാറ്റജി. ഞാൻ പറഞ്ഞ മാതിരി ഇന്ത്യ അലയൻസിന്റെ 2 പാർട്ടീസ് അല്ലേ ഇവിടെ ഒരു നാടകം ചെയ്യുന്നത്. അവർ പറയുന്നു ഞങ്ങൾ ഓപ്പോസിഷനാണ്, ഞങ്ങൾ റൂളിംഗ് പാർട്ടിയാണ്. ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അവർക്കൊരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. സ്റ്റേറ്റില് CPM-ഉം ലോക്സഭയിലും കോൺഗ്രസും, അതാണ് അവരുടെ അണ്ടർസ്റ്റാൻഡിങ്. അണ്ടർസ്റ്റാൻഡിങ്ങിന് ജനങ്ങളെ തോൽപ്പിക്കണം. ഈ പ്രാവശ്യം നന്നായിട്ട് BJP NDAക്ക് ഒരു നല്ലൊരു മെജോറിറ്റി കിട്ടണം എന്നാണ് ഞാൻ അഭ്യർത്ഥിക്കുന്നത്. എല്ലാവരോടും ഞാൻ അതാണ് റിക്വസ്റ്റ് ചെയ്യുന്നത്. BJPക്ക് അപ്രാപ്യമല്ലാതിരുന്ന തീരദേശ മേഖലയിൽ രാജീവ് ചന്ദ്രശേഖർ എന്ന വ്യക്തിക്കും BJPക്കും വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതിനെ എങ്ങനെ കാണുന്നു? അത് പൂർണ്ണമായി വോട്ടായി മാറുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ? തീരദേശം മാത്രമല്ല, ഈ റെസ്പോൺസ് ഒരു മാറ്റം വേണമെന്ന് ഒരു റെസ്പോൺസ് 3 അവസരം ഒരു MP കൊടുത്തിട്ടുണ്ട്. ഇപ്രാവശ്യം ഒരു അവസരം എനിക്ക് തരണമെന്ന് അത് എല്ലായിടത്തുനിന്നും കേൾക്കാൻ കിട്ടുന്നുണ്ട്. അതിപ്പോൾ തീരദേശമാണോ, കഴക്കൂട്ടത്തിന് ടെക്നോ പാർക്കാണോ, കർഷകരാണോ, പിന്നെ സിറ്റിയിൽ താമസിക്കുന്ന റിട്ടയറീസ് ആണോ, എല്ലാവരും ഇതന്നെ പറയുന്നത്. 3 അവസരം നമ്മൾ ഈ പുള്ളിക്ക് കൊടുത്തു, അത് മതി. ഇനി ഒരു മാറ്റം വരണം, പുതിയൊരു അവസരം, ഒരു പുതിയ ചാൻസ് ഒരു പുതിയ MP കൊടുക്കണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. അപ്പോൾ ഒരു യൂണിഫോം ആയിട്ടാണ് ഞാൻ കേൾക്കുന്നത്. അതൊരു യൂണിഫോം ആയിട്ടൊരു മാറ്റത്തിൻ്റെ ഫീലിംഗ് ആണ് എനിക്ക് കേൾക്കാൻ കിട്ടുന്നത്. രാജീവ് ചന്ദ്രശേഖർ എന്ന കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ IT വിദഗ്ധൻ എന്നുള്ള നിലയ്ക്കായിരുന്നു ആദ്യഘട്ടത്തിൽ പ്രചരണം. പിന്നീട് BJP നേതാവായി ജനങ്ങളുടെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു അങ്ങ്. ഇത്തരത്തിൽ ഈ പ്രചരണം ഇത്രയും ദിനങ്ങൾ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ എത്തരത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച്? അല്ല, ഞാൻ എത്രയോ ലോക്സഭ തെരഞ്ഞെടുപ്പിന് എക്സ്പീരിയൻസ് ഉണ്ട്. വേറെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് എത്രയോ ക്യാമ്പയിൻ ചെയ്തിട്ടുണ്ട്. ഒരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത്ര ഒരു പ്രശ്നങ്ങളും ഇത്ര ജനങ്ങളും 10-15 കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങളുടെ പരിഹാരം ആരും ഉണ്ടാവില്ല എന്ന് ഞാൻ കരുതിയില്ല. ഞാൻ എങ്ങനൊരു സിറ്റുവേഷൻ ആവുമെന്ന് ഞാൻ കരുതിയില്ല. 15 കൊല്ലമായിട്ടൊരു MP, പിന്നെ ആ പുള്ളീൻ്റെ അലയൻസ് പാർട്ട്ണറായ സംസ്ഥാന സർക്കാർ. ഞാൻ വിചാരിച്ചു ഇവിടെല്ലാം കുറച്ചെല്ലാം പണി ചെയ്യും, ഒരു എന്തെങ്കിലും ചെയ്തിട്ടുണ്ട്, ഒരു എവിഡൻസ് ഉണ്ടാവും. അതൊന്നും കാണാനില്ല. ഇവിടെ ജനങ്ങൾ എത്രയോ കൊല്ലമായിട്ട്, തീരദേശമാണോ കർഷകരാണോ, എത്രയോ കൊല്ലമായിട്ട് അവരുടെ പ്രശ്നങ്ങളും വിഷമങ്ങളും ആരും മനസ്സിലാക്കിയിട്ടില്ല. ആരും പ്രശ്നം ഒന്നും അതിൻ്റെ ഒരു പരിഹാരം ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് അതൊരു സർപ്രൈസാണ്. നമ്മുടെ കേരള നാടിൻ്റെ തലസ്ഥാനം ഇങ്ങനൊരു സ്ഥിതിയിൽ ആണ് എന്ന് 15 കൊല്ലം കഴിഞ്ഞിട്ടും ഒരു MPയും സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ഒന്നും ചെയ്തില്ല. അത് കണ്ടിട്ട് സങ്കടമുണ്ട്, വേദനയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും RSSന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും വോട്ട് ചോദിച്ച് രംഗത്തിറങ്ങാറുണ്ട്. അത് BJPയുടെ ഒരു ഇലക്ഷൻ സ്ട്രാറ്റജിയാണോ? 3ാം ഘട്ടത്തിലേക്ക് എത്തുന്ന വേളയിൽ ഇത്തരത്തിൽ കൂടുതൽ RSS നേതാക്കൾ ക്യാമ്പയിനിൽ എല്ലാവരും, എല്ലാ കമ്മ്യൂണിറ്റീസും, എല്ലാ ജനങ്ങളും, യൂത്ത്,
യൂത്തും റിട്ടയറീസും എല്ലാം അസോസിയേറ്റഡ് ആണ്. ഞങ്ങളിപ്പോൾ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞാൽ ഹിന്ദി ലൈനില്ലേ, എല്ലാവരുടെയും കൂടെ എല്ലാവരുടെയും പുരോഗതി, എല്ലാവരുടെയും വികസനം. അപ്പോൾ എൻ്റെ ക്യാമ്പയിനിൽ വോളണ്ടിയേഴ്സ് ആണോ അത് എല്ലായിടത്തും ഒന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഓർഗനൈസേഷനോ 2 ഓർഗനൈസേഷൻ്റെ മുകളിലെല്ലാം ഡിപ്പെൻഡൻറ്റ്. അപ്പോൾ എത്രയോ ജനങ്ങൾ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്, എത്രയോ ഓർഗനൈസേഷൻ ഇവിടെ മാറ്റം കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് അവരെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതിൽ RSSഉം ഉണ്ട്. ആദ്യഘട്ടത്തിൽ താങ്കളുടെ സ്വത്ത് വിവാദവും ഒപ്പം ഈ നാമനിർദ്ദേശ പത്രികയിലെ ചില പൊരുത്തക്കേടുകളും ഒക്കെ തന്നെയും കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പാർട്ടികൾ ആയുധമാക്കിയിരുന്നു. അതിനെങ്ങനെയാണ് ആയുധമാക്കാൻ നോക്കി? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 18 കൊല്ലമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. എൻ്റെ കരിയർ ഒരു സ്പോട്ട്ലെസ്സും ബ്ലെമിഷ് ഫ്രീ കരിയറാണ്. അത് എത്രയോ പ്രാവശ്യം ഇവരെല്ലാം ട്രൈ ചെയ്താണ്. അതൊന്നും നടക്കാൻ പോകുന്ന സാധനമല്ല. ഞാൻ ഒരു വിഡ്ഢിയാണോ? ഞാൻ ഇതെല്ലാം ഡിസ്ക്ലോഷർ ചെയ്യുമ്പോൾ ഓരോരോ മിസ്റ്റേക്ക് ഉണ്ടാക്കുന്നത്? ഇതെല്ലാം ഞാൻ ചെയ്യുന്ന എല്ലാം ലീഗലാണ്, ലോഫുള്ളാണ്. ഞാൻ പറഞ്ഞ മാതിരി ഇവർക്ക് ജനങ്ങളുടെ ജീവിതത്തിൽ വ്യത്യാസം കൊണ്ടുവരാൻ ഒരൊറ്റ ഐഡിയ ഇല്ല. അത് ലെഫ്റ്റാണോ കോൺഗ്രസ് ആണോ. അതുകൊണ്ട് അവരുടെ രാഷ്ട്രീയം ഒരു നെഗറ്റീവ് പേഴ്സണൽ അറ്റാക്ക് രാഷ്ട്രീയമാണ്. അത് ഞാൻ ചെയ്യില്ല, അതിന് എനിക്ക് താല്പര്യമില്ല. ഞാൻ അന്ന് പറഞ്ഞത് ഒരു സാധനം മാത്രം, ഇല്ലീഗൽ ഡെഫമേഷൻ ചെയ്താൽ ഞാൻ ലീഗൽ അതിൻ്റെ കോൺസിക്വൻസസ് അവരുടെ ഡോർ സ്റ്റെപ്പിൽ കൊണ്ടുപോകും. അത് ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ടല്ലേ പുള്ളി എനിക്കറിയില്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ചെയ്തില്ല എന്നെല്ലാം പറഞ്ഞു. സമുദായ വോട്ടുകൾ വളരെ നിർണായകമാകുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. അപ്പോൾ ലത്തീൻ സഭയുടെയും മറ്റിതര സഭകളുടെയും മറ്റ് സംഘടനകളുടെയും ഒക്കെ തന്നെയും ഉള്ള ഒരു പിന്തുണ അത് എത്രത്തോളം വോട്ടായി മാറുമെന്നുള്ള ഒരു നല്ല കോൺഫിഡൻസ് ഉണ്ട്. ഈ ഇലക്ഷനിൽ എല്ലാവർക്കും മാറ്റം വേണം, എല്ലാവർക്കും പുരോഗതിയും വികസനത്തിൻ്റെ ഒരു പുതിയ തിരുവനന്തപുരം വേണം. അത് ആരാണെങ്കിലും ഏത് കമ്മ്യൂണിറ്റി ആണെങ്കിലും ജാതി മതം അതെല്ലാം വിട്ടിട്ട് എല്ലാവർക്കും വേണം. ഈ 15 കൊല്ലമായിട്ട് ഇവിടെ ഒരു ബ്രേക്ക് ഇട്ട് റിവേഴ്സ് ഗിയറിൽ പോകുന്ന തിരുവനന്തപുരത്തിൽ ഒരു മാറ്റം വരണം, മുമ്പോട്ട് പോകണമെന്ന് എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും അത് ഒരു നീഡുമാണ്, നെസസിറ്റിയുമാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ക്യാമ്പയിൻ ഇങ്ങനെ സക്സസ്ഫുൾ ആവുന്നത്. തീർച്ചയായും എല്ലാ വിജയാശംസകളും. നമസ്കാരം. പരമ്പരാഗത വോട്ടുകൾ ഉയർത്തുന്നതോടൊപ്പം ലഭിക്കുന്ന വോട്ടുകളിലെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുക എന്നുള്ളതും BJPക്ക് മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ്പയാണ്. ഇതും BJP സ്ഥാനാർത്ഥിക്ക് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിറവേറ്റേണ്ടി വരും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ക്യാമറമാൻ PV രഞ്ജിത്തിനൊപ്പം അഭിജിത്ത് ജെയിൻ, സി മലയാളം ന്യൂസ്. നാടിന്റെ ജനനായകനാ കടന്നു വരുന്നു. പ്രിയപ്പെട്ടവരെ, അനന്തപുരിയുടെ ജനനായകനാ കടന്നു വരുന്നു. സഖാവ് തന്നിന്റെ നിയന്ത്രണം വരുന്നു. നിങ്ങൾ നേരിൽ കാണാൻ, നേരിൽ കണ്ടോട്ടം തീർപ്പിക്കാൻ സഖാവ് തന്നിന്റെ നിയന്ത്രണിത ഈ വാഹനത്തിന്റെ തൊട്ട് പിന്നാലെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, തിരുവനന്തപുരത്തെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനാണ് നമുക്കൊപ്പം ചേരുന്നത്. സാർ, അവസാനവട്ട ലാപ്പിലാണ്. എങ്ങനെയാണ് പോകുന്നു പ്രചരണ പരിപാടി? ഗംഭീരമായി പോകുന്നുണ്ട്. എല്ലാ സ്ഥലത്തും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ വരുന്നുണ്ട്. നമുക്ക് പ്രതീക്ഷ കൂടുതൽ വളർന്നു വരികയാണ്. ഈ രണ്ടാം ഘട്ടം, ഈ അവസാന ഘട്ടത്തിലേക്കൊക്കെ നമ്മൾ കടക്കുമ്പോൾ എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ഏറ്റവും ആദ്യം പ്രചരണം തുടങ്ങിയത് സഖാവായിരുന്നു. എങ്ങനെയായിരുന്നു? ഈ 2005 ഇവിടെ MP ആയിരുന്നു, അതിനുശേഷം ഇപ്പോൾ വീണ്ടും മത്സരിക്കുന്നു. എങ്ങനെയാണ്? 2005ഉം ഇതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. 2005 ഉണ്ടായിരുന്നതിനേക്കാളും ഒത്തിരി വ്യത്യാസം ഈ എല്ലാ വിഭാഗത്തും കാണുന്നുണ്ട്. ഒന്ന് ജനങ്ങളെ സഹകരണം. ഇന്നലെ നമ്മൾ അവസാന ഘട്ടത്തിലാവുമ്പോഴേക്ക് ഈ മുസ്ലിം സ്ത്രീകൾ, തട്ടമട്ട സ്ത്രീകൾ, അവർ കൂടുതലായിട്ട് വന്ന് ഭീമാപ്പള്ളി ഭാഗത്ത് അതൊരു വലിയ അനുഭവമായിരുന്നു. വീടുകളിൽ നിന്ന് സ്ത്രീകൾ ഇറങ്ങി വന്ന് സ്വീകരിക്കുക എന്ന് പറയുന്നത്, അതും മുസ്ലിം മൈനോറിറ്റി, അത് നമ്മളെ ഒരു പ്രചരണ പരിപാടിക്ക് കിട്ടിയ സ്വീകരണത്തിൽ ഏറ്റവും വലുതായിരുന്നത്. അവർ വരുന്ന്, അവർ മാലയിടുന്ന്, അവർ പലരും എന്തെങ്കിലും ഒന്ന് വിഭവങ്ങൾ കൊണ്ടുതരും നമുക്ക്. അത് പലരും കുടിക്കാനുള്ള വെള്ളം കൊണ്ടുതരും. അങ്ങനെ ഒരു കുടുംബത്തോട് കാണിക്കുന്ന ഒരു സ്നേഹം പോലെ ഒരു സ്ഥാനാർത്ഥിയോട് കാണിച്ച അനുഭവം ഇന്നലെ ഉണ്ടായത്. അത് നമ്മളെ പ്രചരണത്തിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നൊരു കാര്യമാണ്. കാരണം ഭീമാപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം ഈ മുസ്ലിം മൈനോറിറ്റീൻ്റെ ഒരു വലിയ കേന്ദ്രമാണ്. അവിടെ ഇന്നലെ എന്താ സ്വീകരണം. അതുപോലെ മിക്ക സ്ഥലങ്ങളിലും അങ്ങനെയാണ്. സ്വീകരണ പരിപാടികളിൽ ജനങ്ങൾ ഇങ്ങനെ വന്ന് കൂടുക.
കാരണം നമ്മളൊരു പാർട്ടി പ്രവർത്തകന്മാർ സാധാരണഗതിയിൽ സ്വീകരണത്തിന് നമ്മൾ കുറച്ച് വണ്ടി കൂടി ഉണ്ടാവും. അവർ പോവും. ആ പോകുന്ന ആളുകൾ കുറേ കാണും. പിന്നെ അവിടെയുള്ള ഒരു വളരെ ചില്ലറ വിഭാഗം ആളുകളുണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായി ജനകീയമായുള്ള സ്വീകരണ പരിപാടികൾ ഉണ്ടാകുന്നുള്ളതാണ്. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. പാവങ്ങളുടെ പടനായകൻ വരുന്നു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കാവുന്ന പൗരൻ വരുന്നു. സഖാവ് പന്ന്യൻ രവീന്ദ്രൻ വരുന്നു. ഇതാ ഈ വാഹനത്തിന്റെ തൊട്ടു പിന്നാലെ കടന്നു വരികയാണ്. 2005 തെരഞ്ഞെടുപ്പിൽ അന്നത്തെ പ്രതിപക്ഷ അംഗങ്ങൾ ഉയർത്തിയൊരു കാര്യമായിരുന്നു പന്ന്യൻ ഞങ്ങൾക്ക് അന്യനാണെന്ന്. പക്ഷെ അന്ന് തിരിച്ച് പന്ന്യൻ ഞങ്ങൾക്ക് അന്യനല്ല എന്നൊരു മുദ്രാവാക്യം ഉയർത്തുകയായിരുന്നു അതിനെ പ്രതിരോധിച്ചത്. ഇത്തവണ തെരഞ്ഞെടുപ്പ് കടുക്കുമ്പോൾ എങ്ങനെയാണ്? ഇത്തവണ അങ്ങനെ ഒരു ചർച്ചയില്ലല്ലോ. ആ ചർച്ച ഇത്തവണ ഇല്ലല്ലോ. ഞാനിവിടെ 40 വർഷമായി ഇവിടെ ജീവിക്കുന്ന ആളല്ലേ. ഞാൻ കണ്ണൂരിലാണ് ജനിച്ചെങ്കിൽ ഏറ്റവും കൂടുതൽ ജീവിച്ചത് ഞാൻ തിരുവനന്തപുരത്തല്ലേ. അപ്പോൾ ആളുകൾക്കെല്ലാം എന്നെ അറിയാം. ഒരു അപരിചിതത്വം ഒന്നുമില്ല. അന്ന് പലർക്കും അപരിചിതത്വം ഉണ്ടായിരുന്നു. ഇന്നതില്ല. ഇന്നെല്ലാവർക്കും അറിയാവുന്നതാണ്. അവർക്കൊക്കെ അറിയാം അവരെ കൂട്ടത്തിൽ ഒരാൾ എന്നല്ലാതെ അവർക്കതിൽ വേറെ ഒരു പുതുമയൊന്നും അവർക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ തന്നെ പലർക്കും അറിയാവുന്ന കാര്യമാണ്. ഒന്ന്, ഞാൻ 40 മാസക്കാലം കൊണ്ട് ഇവിടെ ചെയ്ത പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾ പല സ്ഥലത്തും ഇത് കാണാവുന്ന രേഖയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പം നമ്മളെ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ടതാണ് മെഡിക്കൽ കോളേജ്. മെഡിക്കൽ കോളേജ് സൂപ്പർ സ്പെഷ്യാലിറ്റി 200 കോടി രൂപയാണ് ഞാനന്ന് MP ആയിരിക്കുമ്പോൾ കേന്ദ്രത്ത് വാങ്ങിച്ചെടുത്ത് കൊണ്ടുവന്നത്. ആ 200 കോടിയാണ് സൂപ്പർ സ്പെഷ്യാലിറ്റി. അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് സെക്കൻഡ് ടെർമിനൽ വിമാനത്താവളം ഇപ്പോൾ അദാനിക്ക് കൊടുത്തെങ്കിലും വിമാനത്താവളത്തിൻ്റെ 2ാം ടെർമിനൽ ഞാൻ MP ആയിരുന്നപ്പോൾ ആദ്യം പാർലമെൻറ്റിലെ ക്വസ്റ്റ്യനിലാണ് അനുവദിക്കാൻ വേണ്ടി തീരുമാനമായത്. അനുവദിച്ചതിന് ശേഷം അവിടെ ആങ്കർ ഞാൻ തന്നെ കൊണ്ടുവന്നു. വിമാനം റിപ്പയർ ചെയ്യാനുള്ളൊരു യൂണിറ്റ്, അതിന് 100 കോടിയാണ് അതിന് കൊണ്ടുവന്നു. അങ്ങനെ നിരവധി പ്രവർത്തനങ്ങൾ. ഇത് രാജീവ് ഗാന്ധി സെൻറ്റർ ഫോർ ബയോടെക്നോളജി ഇൻസ്റ്റിറ്റ്യൂട്ട് ലോകത്തിലെ പ്രധാനപ്പെട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് മാറിയിരിക്കുന്നു. അന്ന് കേരള ഗവൺമെൻറ് കയ്യിലുള്ള ഒരു ചെറിയ സ്ഥാപനമായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്ത് കേന്ദ്ര ഗവൺമെൻറ് ഫസ്റ്റ് ഇൻസ്റ്റാൾമെൻറ്റ് 160 കോടി അന്ന് തന്ന് അതിനെ തുടർന്ന് വന്നുള്ള മറ്റ് പരിപാടികൾ, ഇങ്ങനെ നിരവധി പ്രവർത്തനങ്ങളിൽ MP എന്ന രീതിയിൽ 40 മാസം കൊണ്ട് ചെയ്തതായിട്ട് ജനങ്ങൾക്കറിയാം. പ്രിയപ്പെട്ട നമ്മുടെ സ്ഥാനാർത്ഥി വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇന്നത്തെ പര്യടന പരിപാടി പ്രിയപ്പെട്ട സഖാവ് അനാവൃതാവപ്പൻ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിച്ചിരിക്കുന്നു. നമ്മുടെ സ്ഥാനാർത്ഥിക്ക് സ്വീകരണം കൊടുക്കാനുള്ള BJP ഇവിടെ സത്യം പറഞ്ഞാൽ BJP ഉള്ളതാണ്. മുമ്പൊക്കെ BJPയുടെ വോട്ട് കൃത്യമായിട്ട് അവർക്ക് കിട്ടാറില്ല. ഇവർക്ക് പഴയ കാലത്ത് ഹിന്ദു മഹാസഭ ഇവിടെ ഉണ്ടായിരുന്നു. അതിന് ഇവിടെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിൽ 1,12,000 വരെ വോട്ടുണ്ടായിരുന്നു. പിന്നെ ആ വോട്ട് ഗ്രാജുവേറ്റ് കൂടി BJPക്ക് പിന്നെ കിട്ടിയ വോട്ട് 2 സമയത്ത് കിട്ടിയതിൻ്റെ വോട്ട് പ്രത്യേകതയുണ്ട്. ഒന്ന്, രാജഗോപാൽ എന്ന് പറയുന്ന ആൾ കേന്ദ്രമന്ത്രിയാകുമെന്നുള്ള ധാരണയിൽ കുറച്ച് വോട്ട് കൂടുതൽ കിട്ടി. ഒന്ന്. രണ്ടാമത്തെ തവണ ഇതുപോലെ ഒരു അവസരത്തിൽ BJPക്ക് വർദ്ധിച്ചു. BJPയുടെ വോട്ട് ഇവിടുത്തെ കൂടി എന്ന് പറയുന്നത് വലിയ ഗ്രാജുവലായിട്ട് കൂടിയില്ല. പെർസെൻറ്റേജ് നോക്കുമ്പോൾ വലിയ വ്യത്യാസം വരില്ല. പക്ഷേ ഈ കൂടിയ വോട്ട് ഇവിടെ ഉണ്ട് BJPക്ക്. കാരണം അത് പഴയ കാലത്തെ ഉള്ള ഈ ഹിന്ദു മഹാസഭ അതുപോലുള്ള സംവിധാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട BJPയുടെ യഥാർത്ഥ വോട്ടല്ല ഇത് മുഴുവനുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ തവണത്തെ തെരഞ്ഞെടുപ്പിന് ശേഷം ഇവിടെ വളരെ പ്രധാനപ്പെട്ടൊരു ഫൈറ്റ് നടന്നു. അതാണ് 2021 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിക്ക് ഏറ്റവും മോശപ്പെട്ടൊരു പ്രചരണം നടന്ന ഒരു കാലമാണ്. ആ കാലത്ത് നമ്മളിവിടെ 7-ൽ 6 അസംബ്ലി സീറ്റും ജയിച്ചു. നമ്മളെ മാർജിൻ 1,11,000 വോട്ടിൻ്റെ മാർജിനുണ്ട് ഇടതുപക്ഷത്തിന്. അപ്പോൾ ആ മാർജിൻ BJP അന്ന് 22% വോട്ടുകാർ 3ാം സ്ഥാനത്താണ്. ഏറ്റവും മുമ്പിൽ നമ്മൾ ഇടതുപക്ഷം, അത് കഴിഞ്ഞ് പിന്നെ UDF, പിന്നെ BJP, അങ്ങനെയാണ്. ഇതാണ് ഇവിടുത്തെ റാങ്ക്. അത് മാറ്റി പിന്നെ ഈ കോൺഗ്രസുമായി ബന്ധമുള്ള UDFുമായി ബന്ധമുള്ള
ഒരുപാട് മീഡിയാസ് അത് ഫോക്കസ് ചെയ്തുകൊണ്ട് BJP മുമ്പിൽ വരുന്നു പ്രചരിപ്പിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ മൈനോറിറ്റി വോട്ട് BJP വരുന്നു എന്ന് പറഞ്ഞാൽ അവർ തിരിച്ച് വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ആ വോട്ട് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇപ്പം UDFൻ്റെ സ്ഥാനാർത്ഥി ശ്രമിക്കുന്നത്. അതാണ് യാഥാർത്ഥ്യം. അത് വെച്ചിട്ടാണ് ഈ തിരുവനന്തപുരത്തിൻ്റെ വാർത്താ മാധ്യമങ്ങൾ കൊണ്ടുവരുന്ന ഇപ്പോഴത്തെ ഈ സർവേ റിപ്പോർട്ടൊക്കെ അങ്ങനെ വരുന്നത് യാഥാർത്ഥ്യമായി ബന്ധമില്ല. ഇവിടെ നമ്പർ 1 LDF ആണ്, നമ്പർ 2 UDF ആണ്, തേർഡാണ് BJPക്ക് ഒരിക്കലും കയറി വരാൻ വേണ്ടി പറ്റില്ല. അവർക്കുള്ള വോട്ടേ ഉള്ളൂ, വേറെ വോട്ട് അധികം വരാൻ അവർക്കില്ല. മറ്റുള്ള വോട്ടുകൾക്ക് സ്വാധീനിക്കാൻ പറ്റുന്നത് LDFനും കുറച്ച് UDFനും പറ്റും എന്നല്ലാതെ വേറൊന്നുമില്ല. അപ്പം ശശി തരൂർ പറയുന്ന ഈ BJP കോൺഗ്രസ് മത്സരമാണെന്ന് തന്നെ പൂർണ്ണമായും തള്ളിക്കളയല്ലേ? അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബോധപൂർവമാണ്. BJP കോൺഗ്രസ് മത്സരമാണെന്ന് പറഞ്ഞാൽ മൈനോറിറ്റി വോട്ട് അദ്ദേഹം സംഘടിപ്പിക്കാൻ സൂത്രപ്പണിയാണ്. ആ സൂത്രപ്പണി അദ്ദേഹം ഇവിടെ പയറ്റിയത്. ആ സൂത്രപ്പണി തിരുവനന്തപുരത്ത് ഒരുപാട് വില പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപാട് കാലം ഇങ്ങനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പോയാൽ 15 വർഷക്കാലം ഇവിടെ MP ആയിരുന്നിട്ട് ഒന്നും ചെയ്യാതെ ഇപ്പം ഇങ്ങനെ ഒരു അടവുമായിട്ട് വന്നാൽ ജനം തിരിച്ചറിയുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ജനം അത് തീരുമാനിക്കും. മാത്രമല്ല അദ്ദേഹം ചോദിച്ചത് BJPയും കോൺഗ്രസ് തമ്മിലാണ് ഇപ്പോൾ മത്സരം, പന്നിനെന്ത് കാര്യം. തെരഞ്ഞെടുപ്പിൻ്റെ ബാലപാഠം അറിയാവുന്ന ആരും പറയുന്ന ഒരു വാക്കല്ല. ബാലപാഠം അറിയാവുന്ന ആളുകൾ പോലും അങ്ങനെ ഒരു വാക്ക് പറയും. സ്ഥാനാർത്ഥികളെ പറ്റിയുള്ള പൊതുധാരണയുണ്ട്, അത് ജനങ്ങൾ തീരുമാനിക്കണ്ട. ജനങ്ങളാണ് വോട്ടിടുന്നത്. അതിനു മുമ്പ് ഇയാൾക്കെന്ത് കാര്യമെന്ന് ചോദിച്ചാൽ അതൊരു അഹങ്കാരത്തിൻ്റെ ശബ്ദമാണ്, അഹങ്കാരമാണ്. അഹങ്കാരം ജനങ്ങളുടെ നേരെയാണ്, എൻ്റെ നേരെയല്ല. അത് ഈ ഇന്നത്തെ പോരാട്ട മൊത്തത്തിൽ ചുറുചുറുക്കൂടെ തന്നെയാണോ? പിന്നെ എന്താ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. നമ്മൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയല്ലേ, നാടിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടിയല്ലേ. നാടിൻ്റെ പൊതു താല്പര്യത്തിന് വേണ്ടി നമ്മൾ പൊതുപ്രവർത്തകന്മാർ ജീവിതം അതിനുവേണ്ടി മാറ്റിവെച്ചാൽ പിന്നെ അതിൽ ചൊറിയുറക്കുറവിൻ്റെ കാര്യമൊന്നുമില്ല. നമ്മളെപ്പോഴും ഫീൽഡിലാണല്ലോ, ആ ഫീൽഡിൽ അതേ ചൊറിയുറക്കുകയാണ്. 2005 തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ഓർക്കുന്നത്? അത് PKB മരിച്ചതിന് ശേഷമുള്ള ഇലക്ഷൻ ആയിരുന്നു. PKB ആയിരുന്നു അന്ന് MP 2004. അതിനുശേഷം നടന്ന ഇലക്ഷന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കേന്ദ്രം ഭരിക്കുന്നത് കോൺഗ്രസും നമ്മളും കൂടി ചേർന്ന UPA സർക്കാരാണ്. പ്രധാനമന്ത്രിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്കെതിരായിട്ട് അന്ന് പിന്താങ്ങുന്ന ഇടതുപക്ഷത്തിലൊരു സ്ഥാനാർത്ഥി മത്സരിക്കും. അത് വലിയ ഓളമായിരുന്നു രാജ്യമാകെ. ആ ഓളത്തിലാണ് 74,000-ലധികം വോട്ട് ഞാൻ ജയിച്ചു. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.